കാവിക്കൊടിയേന്തിയ ഭാരതാംബയെ ചൊല്ലിയുള്ള വിവാദം രാജ്ഭവന് പുറത്തേക്ക് തെരുവിലേക്ക് വളരുകയാണ്. കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത സ്വകാര്യ പരിപാടിയിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചു. എതിർപ്പുമായി SFIയും KSUവും രംഗത്തെത്തിയതോടെ സർവകലാശാല സംഘർഷഭരിതമായി. സെനറ്റ് ഹാളിൽ കൂട്ടത്തല്ലായി. സർവകലാശാല അങ്കണത്തിൽ പോലീസ് നടപടിയുണ്ടായി. കാവിക്കൊടി പിടിച്ച ചിത്രം വെച്ച് പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്ന് സർവകലാശാല രജിസ്ട്രാർ പറഞ്ഞു. ചിത്രം മാറ്റിയാൽ ഗവർണർ എത്തില്ലെന്ന് രാജ്ഭവൻ അറിയിച്ചു. ഗവർണർ പിടിച്ച കൊമ്പ് താണു. ആർലേക്കർ വന്നു. കാവിക്കൊടി പിടിച്ച ഭാരതാംബയ്ക്ക് മുന്നിൽ വിളക്ക് തെളിയിച്ചു. പരിപാടിയും പ്രസംഗവും തത്സമയം കേരളം കണ്ടു. തന്റെ അധികാര പരിധിയായ രാജ്ഭവനിൽ മാത്രമല്ല, താൻ ചാൻസലറായിരിക്കുന്ന സർവകലാശാലകളുടെ സെനറ്റ് ഹാളുകളിലും പിന്നെ സാധ്യമായിടത്തെല്ലാം കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ഭാരതമാതാവിന്റെ ചിത്രം വയ്ക്കുമെന്ന സന്ദേശം തന്നെയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നൽകിയത്. RDX ഒരിക്കൽ കൂടി ഈ വിഷയം പരിശോധിക്കുന്നു. നമുക്ക് ഡേറ്റാ ഷീറ്റിലേക്ക് നേരിട്ട് പോകാം. സെനറ്റ് ഹാളിലും ഭാരതാംബ. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വയ്ക്കുകയായിരുന്നു. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക പരിപാടി സംഘടിപ്പിച്ചത് ശ്രീപത്മനാഭ സേവാ സമിതി ആണ്. ഇതൊരു സംഘപരിവാർ അനുകൂല സംഘടനയുമാണ്. സർവകലാശാല രജിസ്ട്രാർ എത്തി ചിത്രം മാറ്റണം എന്നാവശ്യപ്പെട്ടു. നിയമാവലിക്ക് ചേരുന്നതല്ല എന്ന് രജിസ്ട്രാർ അറിയിച്ചിട്ടും സംഘാടകർ അത് മാറ്റിയില്ല. ഇതോടെ ശക്തമായ പ്രതിഷേധവുമായി SFI പ്രവർത്തകരെത്തി. പോലീസും SFI പ്രവർത്തകരും ഏറ്റുമുട്ടി. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോകാം. പ്രതിഷേധങ്ങൾക്കിടയിലും ഗവർണർ സെനറ്റ് ഹാളിലെത്തി കാവിക്കൊടിയേന്തിയ ഭാരതാംബയ്ക്ക് മുന്നിൽ വിളക്ക് തെളിയിച്ചു. പുഷ്പാർച്ചന നടത്തി. അതുകൂടി നമുക്ക് കണ്ടുവരാം. സെനറ്റ് ഹാളിനകത്ത് KSUവും BJPയും ഏറ്റുമുട്ടി. KSU പ്രവർത്തകരെ BJP പ്രവർത്തകർ മർദ്ദിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. നമ്മൾ വീണ്ടും ഡാറ്റയിലേക്ക് പോകാം. ഭാരതാംബയും RSSും എങ്ങനെയാണ് ഈ സാഹചര്യമൊക്കെ ഉണ്ടാവുന്നത്, ഈ ചർച്ചകൾ ഉണ്ടാവുന്നത് എന്നത് തന്നെയാണ് നമ്മൾ ഒന്നുകൂടി ഓടിച്ചു പരിശോധിക്കുന്നത്. ഭാരതാംബയുടെ ചിത്രം വരച്ചത് 1905 ബംഗാളി ചിത്രകാരനായ അബനീന്ദ്ര ടാഗോറാണ്. ഈ വിവാദം തുടങ്ങിയ ഘട്ടം മുതൽ RDXൽ ഈ ചരിത്രം ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിൽ തെറ്റില്ല. ചരിത്രം നമ്മൾ ആവർത്തിച്ച് കേട്ടുകൊണ്ടേയിരിക്കാം. ബംഗാളിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബംഗമാത എന്ന പേരിലായിരുന്നു ആ ചിത്രം വരച്ചത്. 4 കൈയുള്ള സ്ത്രീരൂപത്തിൽ, ഓരോ കൈയിൽ വെള്ളവസ്ത്രം, പുസ്തകം, നെൽക്കറ്റ, ജപമാല എന്നിവയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ത്രിവർണ്ണ പതാക പിടിച്ചു നിൽക്കുന്ന മാതൃസങ്കല്പത്തിലുള്ള ഭാരതാംബ ചിത്രം പലരും ഉപയോഗിച്ചു പോന്നു. ഭാരതമാതാ ചിത്രത്തിന് RSS പല ഘട്ടങ്ങളിലായി മാറ്റം വരുത്തി ഹിന്ദു ദേവതാ സങ്കല്പമായ ദുർഗാദേവിക്ക് സമാനമാക്കി. വെള്ളവസ്ത്രം, പുസ്തകം, നെൽക്കറ്റ, ജപമാല എന്നിവ മാറ്റി കാവി വസ്ത്രം മാറ്റി പകരം കാവിക്കൊടി പിടിപ്പിച്ചു. സിംഹത്തിൻ്റെ പുറത്ത് ചാരി നിൽക്കുന്ന വിധമുള്ള ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ളത് ഇന്ത്യയുടെ ഔദ്യോഗിക ഭൂപടമല്ല. RSS അനുകൂല സംഘടനകൾ മാത്രം ഉപയോഗിക്കാറുള്ള ഈ ചിത്രം വരച്ചത് ആരെന്ന് വ്യക്തവുമല്ല. എന്തുകൊണ്ടാണ് ഇതിൽ ദേശീയ പതാക ഇല്ലാത്തത്? ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്കെതിരെ RSS എടുത്തത് ശക്തമായ നിലപാടായിരുന്നു. ത്രിവർണം ഇന്ത്യയുടെ നിറമല്ല. 3 എന്ന വാക്ക് പോലും തിന്മ എന്നായിരുന്നു RSS അതിനെ വ്യാഖ്യാനിച്ചത്. ഭരണഘടനാ അസംബ്ലി ത്രിവർണ്ണ പതാക ദേശീയ പതാകയായി തീരുമാനിച്ചപ്പോൾ തന്നെ RSSനെ എതിർത്തു. RSS ദേശീയ പതാകയെ അംഗീകരിച്ചത് ഗാന്ധി വധത്തിന് ശേഷം മാത്രമാണ്. ഇതാണ് അതിൻ്റെ ഒരു ചരിത്രം. ഇനി നമുക്ക് ലൈവുകളിലേക്ക്. ഇന്നിപ്പോൾ സംഭവിച്ച ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി റിപ്പോർട്ടർമാരുണ്ട്. ഇന്ന് സർവകലാശാലയിൽ നടന്നതും ഭാരതാംബ വിവാദത്തിൽ മറ്റ് വിശദാംശങ്ങളുമായി അനു VS തിരുവനന്തപുരത്തു നിന്നിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അനു, ഇത് വലിയ സംഘർഷത്തിലേക്ക് തന്നെയാണ് ഈ കാവിക്കൊടിയേന്തിയ ഭാരതാംബ വിവാദം പോകുന്നത് എന്ന് തന്നെ വേണം കരുതാൻ. ഗവർണർ ആർലേക്കർ സംഘർഷത്തിൻ്റെ ആളല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ ഈ ഒരു സംഘർഷം ഉറപ്പാണ് എന്ന് വ്യക്തമാവുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അവിടെ സെനറ്റ് ഹാളിലേക്ക് അദ്ദേഹം
എത്തുന്നത് വലിയ സംഘർഷത്തിന് കാരണമായി. മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനമേറ്റു, പോലീസുകാർക്ക് മർദ്ദനമേറ്റു, KSU പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു, വലിയ സംഘർഷമൊക്കെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു തുടക്കം മാത്രമാണ് എന്ന് കരുതാവുന്നതാണോ ഇന്നത്തെ സംഭവങ്ങൾ? ഈ ഇന്നത്തെ സംഭവങ്ങളുടെ ഒരു പരമ്പര എങ്ങനെയാണ് വിശദീകരിക്കാനാവുക? ഹർഷൻ പറഞ്ഞതുപോലെ ഈ ഗവർണർ RV ആർലേക്കർ അദ്ദേഹം കേരളത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത് സംസ്ഥാന സർക്കാരുമായോ അല്ലെങ്കിൽ സംസ്ഥാനവുമായോ യാതൊരു തരത്തിലുമുള്ള ഏറ്റുമുട്ടലിന് താനില്ല എന്ന് പ്രഖ്യാപിച്ച് എത്തിയ ആളാണ് RV ആർലേക്കർ. പക്ഷേ ഇന്നിപ്പോൾ തെരുവിൽ സെനറ്റ് ഹാളിൻ്റെ മുമ്പിലൊക്കെ ഗവർണറുടെ മുമ്പിലേക്ക് SFI പ്രവർത്തകർ ചാടി വീഴുന്ന, KSU പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന, അവരെ KSU പ്രവർത്തകരെ BJP പ്രവർത്തകർ ആക്രമിക്കുന്ന, SFIയും പോലീസും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അങ്ങനെ ഒരു സംഘർഷത്തിൻ്റെ അവസ്ഥയിലേക്ക് RV ആർലേക്കറുടെ ഒരു നിലപാട്, ആ നിലപാട് ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം അതിനൊരു ചരിത്രം. P പ്രസാദ് കൃഷിമന്ത്രി രാജ്ഭവനിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതാണ്. അവിടെ നിന്ന് അന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കാതെ ബഹിഷ്കരിച്ചെങ്കിൽ V ശിവൻകുട്ടി എത്തി പരിപാടിയിൽ നിന്ന് തൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തി വാക്കൗട്ട് നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. അതിനുശേഷം സർക്കാരും അതുകൂടെ ഗവർണറും നിലപാട് വ്യക്തമാക്കുന്നു. ഗവർണർ അപ്പോഴും പറയുന്നു ഭാരതാംബയെ വിട്ടൊരു കളിക്ക് താനില്ല എന്ന നിലപാട് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. ഇന്ന് സംസ്ഥാന മന്ത്രിസഭാ യോഗം ചേർന്നിട്ട് ഒരു കാര്യം തീരുമാനിക്കുന്നു. ഗവർണറോട് സംസ്ഥാന സർക്കാരുകളുടെ ഔദ്യോഗിക പരിപാടികളിൽ എന്തൊക്കെ ചിഹ്നങ്ങൾ വെക്കണം എന്ന കാര്യം ഗവർണറെ രേഖാമൂലം കത്ത് എഴുതി അറിയിക്കാൻ ഇന്നത്തെ ക്യാബിനറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ചുമതലപ്പെടുത്തുന്നു. അത് 2 ദിവസത്തിനുള്ളിൽ ആ കത്ത് നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടെയാണ് ഇന്ന് തിരുവനന്തപുരത്തെ കേരള സർവകലാശാല സെനറ്റിൽ ഒരു പരിപാടി നടക്കുന്നത്. അതൊരു സ്വകാര്യ സംഘടനയുടെ പരിപാടിയാണ്. പക്ഷേ ആ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ SFI പ്രവർത്തകർ ഒരു പ്രതിഷേധവുമായി എത്തുന്നത്. കാരണം ഇതൊരു സർവകലാശാല ആസ്ഥാനമാണ്. ഈ സെനറ്റിൽ ഇങ്ങനെ ഒരു പരിപാടി സാധാരണ ഈ സെനറ്റ് ഹാൾ പല സ്വകാര്യ പരിപാടികൾ കൊടുക്കാറുണ്ട്. പക്ഷേ അവിടെ ഒരു ഭാരതാംബ ചിത്രം വരുന്നത് അത് കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ളതാണ് SFIയുടെ ആരോപണം. അവർ പ്രതിഷേധവുമായി എത്തുന്നു, പോലീസ് എത്തുന്നു. അതിന് പിന്നാലെയാണ് ഈ കുറച്ച് KSU പ്രവർത്തകർ അതിനകത്ത് സെനറ്റ് ഹാളിൽ ഉണ്ടായിരുന്നത്. അവരെ അതിക്രൂരമായി BJP പ്രവർത്തകർ മർദ്ദിക്കുന്നു. പോലീസ് ഇടപെട്ടാണ് അവരെ അവിടെ നിന്ന് മാറ്റുന്നത്. പിന്നീട് ഗവർണർ വരുമോ ഇല്ലയോ എന്ന് ഒരു അനിശ്ചിതത്വം അവിടേക്ക് വരുന്നു. കാരണം പരിപാടി നിശ്ചയിച്ചിരുന്ന സമയം കഴിഞ്ഞിട്ടും അദ്ദേഹം ഇറങ്ങിയില്ല. രജിസ്ട്രാർ രാജ്ഭവനുമായി ബന്ധപ്പെടുന്നു. ഒരു കാര്യം ഗവർണർ വളരെ കൃത്യമായി പറഞ്ഞു, ഭാരതാംബയെ ഒഴിവാക്കി ഒരു പരിപാടിയിൽ താൻ പങ്കെടുക്കില്ല എന്നുള്ള വളരെ കൃത്യമായ നിലപാട് അദ്ദേഹം പറയുന്നു. സംഘാടകർ അത് ആവർത്തിക്കുന്നു. ഗവർണർ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു അനിശ്ചിതത്വം അവിടെ നിൽക്കുമ്പോൾ രാജ്ഭവനിൽ നിന്ന് നമ്മളാണ് വാർത്ത ആദ്യം നൽകിയത്. രാജ്ഭവനിൽ നിന്ന് വളരെ കൃത്യമായ സന്ദേശം നൽകുന്നു, ഗവർണർ പങ്കെടുക്കും. ഇവിടെ വലിയ പ്രതിഷേധമൊക്കെ നടക്കുമെങ്കിലും ആ ഭാരതാംബ വിഷയത്തിൽ വിട്ടുവീഴ്ച ഇല്ല എന്നുള്ള രാജ്ഭവന്റെയും ഗവർണർ RV ആർലേക്കറുടെയും നിലപാട് അദ്ദേഹം ഒന്നുകൂടെ തെളിയിച്ചിരിക്കുന്നു. ഇവിടേക്ക് എത്തുന്നു. അവിടെ അപ്പോഴേക്കും വലിയ രീതിയിലുള്ള സംഘർഷം നടക്കുന്നു. ഹർഷൻ പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകർക്കടക്കം മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ഏതായിരുന്നാലും ഇരു കൂട്ടരും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് തന്നെയാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ സർവകലാശാല മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് ഇപ്പോൾ അവിടെ വെച്ച ഈ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രം എന്ന് വ്യക്തമാണോ? ഇതിൽ 2 കാര്യങ്ങളാണ് ഹർഷൻ ഉള്ളത്. ഒന്ന്, ഈ സെനറ്റ് ഹാള് ഇപ്പോൾ അടുത്ത കാലത്ത് മുമ്പ് വരെ ഇത് സർവകലാശാലയ്ക്ക് പണം സമാഹരിക്കുന്നതിന് വേണ്ടി ഇവിടെ സിനിമാ പരിപാടികളടക്കം നടത്തിയിട്ടുണ്ട്. അത് വാടകയ്ക്ക് കൊടുക്കുന്നതാണ്. അങ്ങനെ വേണമെങ്കിൽ ഇതൊരു സ്വകാര്യ പരിപാടി അവർക്ക് ഇഷ്ടമുള്ളത് നടത്താം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സെനറ്റ് അത്തരം പരിപാടികൾക്ക് വിട്ടുകൊടുത്തിരുന്നില്ല. ഇവിടെ പ്രത്യേകിച്ച് ഈ ഭാരതാംബ വിവാദം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ സംഘപരിവാരുമായി ബന്ധമുള്ള അവിടെ ഭാരതാംബയുടെ ചിത്രം വരും എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്തേക്ക് ഈ കഴിഞ്ഞ ദിവസം സെനറ്റിനെ അഭിസംബോധന ചെയ്യാൻ RV ആർലേക്കർ ഗവർണർ എത്തുമ്പോൾ SFIയുടെ പ്രതിഷേധം ഉണ്ടായതാണ്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഭാരതാംബയെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു വീഴ്ച രജിസ്ട്രാർക്ക് ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. സർവകലാശാല VC ഇത് അറിഞ്ഞിരുന്നില്ല. കാരണം ഇങ്ങനെ ഒരു പടം വെക്കുമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം അറിഞ്ഞിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനടക്കം ഇക്കാര്യത്തിൽ ചില അതൃപ്തി ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഇനിയുള്ള ദിവസങ്ങൾ വഴിയൊരുക്കുക എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. ഹർഷൻ, ഇനിയിപ്പോൾ സർക്കാർ എന്തായാലും ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഗവർണറെ ഈ കാര്യത്തിലൊരു സർക്കാരിൻ്റെ ഒരു മാർഗനിർദ്ദേശം എന്ന നിലയ്ക്ക് കാര്യങ്ങൾ ഗവർണറെ അറിയിക്കാൻ ഉണ്ടല്ലോ, അതെങ്ങനെയാണ്?
അത് രേഖാമൂലം ഒരു കത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ക്യാബിനറ്റ് ചേർന്നപ്പോൾ വി ശിവൻകുട്ടി അങ്ങനെ ചെയ്തതിനെ മന്ത്രിമാർ അഭിനന്ദിച്ചു പി പ്രസാദിന് പിന്നാലെ. മാത്രമല്ല മന്ത്രിസഭ പറയുന്നത് എങ്ങനെയാണ് സർക്കാർ പരിപാടികളിൽ ഏതെങ്കിലും ഒരു മതസംഘടനയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെ പടങ്ങൾ വരിക, അതുകൊണ്ട് സർക്കാർ പരിപാടികളിൽ എന്തൊക്കെയാണ് വെക്കേണ്ടത്, അവിടെ സർക്കാരിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകേണ്ടത്, അതാണ് വെക്കേണ്ടത് എന്നുള്ള പ്രോട്ടോകോൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന ഗവർണർക്ക് കത്തെഴുതാനാണ് ഇന്ന് മന്ത്രിസഭ ക്യാബിനറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളിന്ന് വൈകിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കത്ത് നൽകാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കം. കാരണം ഇതിന് വലിയ പ്രശ്നങ്ങളിലേക്ക് കിടക്കും. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ഗവർണർ പങ്കെടുക്കേണ്ട അല്ലെങ്കിൽ ഗവർണർ പ്രോട്ടോകോൾ പ്രകാരം പങ്കെടുക്കേണ്ട പരിപാടികൾ രാജ്ഭവനിൽ നടക്കുമല്ലോ. ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിയുടെ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിൻ്റെയൊക്കെ സത്യപ്രതിജ്ഞ, മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ, അങ്ങനെയുള്ള പരിപാടികളിൽ നാളെ ഈ ഭാരതാംബ വരില്ല എന്ന് എന്തുറപ്പാണുള്ളത് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. മറ്റൊന്ന്, സർക്കാരും SFI ഒക്കെ പറയുന്നത് ഈ ഇപ്പോൾ വെച്ചിരിക്കുന്ന ഈ ഇന്ത്യയുടെ ഭൂപടം എന്ന് അവർ പറയുന്ന ഭാരതാംബയുടെ അതിൽ ഇന്ത്യയുമായിട്ട് ബന്ധമില്ല എന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യക്കപ്പുറത്തേക്ക് RSS അല്ലെങ്കിൽ സംഘപരിവാരം പറയുന്നത് അവർ അഖണ്ഡ ഭാരതം എന്ന കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് അവർ ത്രിവർണ്ണ പതാക വയ്ക്കാത്തത്. ഈ അഖണ്ഡ ഭാരതത്തിൻ്റെ ഒരു പ്രതീകം എന്ന് പറയുന്നത് കാവ്യാണ്. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ ഗവർണറുടേതായി വന്ന വിശദീകരണത്തിലും അദ്ദേഹം ഇക്കാര്യം പറയുന്നു. ഇത് ഹിന്ദുമതം എന്ന് പറയുന്നത് വളരെ സഹസ്രാബ്ദങ്ങളായി ഈ ഭാരതത്തിലുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രതീകമാണ് കാവി. അതുകൊണ്ട് ആ കാവി പതാക എന്ത് നിൽക്കുന്ന ഭാരതാംബയെ വിട്ടൊരു കളിയില്ല എന്നുള്ള കടുത്ത നിലപാട് തന്നെയാണ് RV ആർലേക്കർ സ്വീകരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ് ഹർഷൻ, നമ്മുടെ കഴിഞ്ഞ ഗവർണർ വെച്ചിട്ടാണല്ലോ നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു കമ്പാരിസൺ നടത്തുക. അവിടെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഏതെങ്കിലും തരത്തിൽ തെരുവിലൊക്കെ ഇറങ്ങി SFIക്ക് മുന്നിലേക്ക് ഇറങ്ങിപ്പോയ ഒരു ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല ഇത്. RV ആർലേക്കർ തികഞ്ഞ RSS ശാഖയിൽ നിന്ന് അതിൻ്റെ പരിശീലനം കഴിഞ്ഞ് വന്നതാണ്. ഈ എന്താ പറയുക, നമ്മൾ ഒരു പഴഞ്ചൊല്ല് പോലെ ഈ കമ്മലിട്ടവൻ പോയി കടുക്കലിട്ടവൻ വന്ന ഒരു അവസ്ഥയാണ് നിലവിൽ കേരളത്തിലെ നമ്മുടെ പ്രത്യേകിച്ച് രാജ്ഭവനുമായി ബന്ധപ്പെട്ട സാഹചര്യം. തീർച്ചയായും. എന്തായാലും ആർലേക്കർ തെരുവിൽ ഇറങ്ങി ഇവിടെ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ അവിടേക്ക് കടന്നു വന്ന് പ്രതിഷേധം നടത്തുന്നവരെ ക്രിമിനൽസ് എന്ന് വിളിക്കുകയോ ബഹളം വയ്ക്കുകയോ ഒന്നും അല്ല ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ എത്ര തന്ത്രപരമായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വിശദീകരിക്കുന്നത് എന്ന് മനസ്സിലാവും. ഇന്നിപ്പോൾ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ആ നിലയ്ക്ക് സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. അവിടെയാണ് ഈ തരത്തിൽ ഭരണഘടനാപരമായി ഒരു തരത്തിലും നിലനിൽപ്പില്ലാത്ത, എവിടെയെങ്കിലും ആ നിലയ്ക്ക് അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ രൂപം, ഈ കാവിക്കൊടിയേന്ദ്രിയ സ്ത്രീ രൂപം ഭാരതാംബ എന്ന പേരിൽ അവിടെ പ്രദർശിപ്പിക്കുന്നത്. അവിടെ അദ്ദേഹം പ്രസംഗിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും സജീവമായി ചർച്ചാ വിഷയമായ വിവാദമായ RSS CPIM ബന്ധത്തെ ദ്യോതിപ്പിക്കുന്ന തരത്തിൽ, അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗം കൂടിയായിരുന്നു എന്നത് ഈ ബഹളത്തിനിടയ്ക്ക് പലരും ശ്രദ്ധിച്ചില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും അഹല്യ രംഗനേക്കർ, പ്രമുഖ CPIM നേതാവായ അഹല്യ രംഗനേക്കർ മുംബൈയിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ കണ്ടതാണ്. അവിടെ ജനസംഘത്തിൻ്റെ പ്രവർത്തകർ ഇങ്ങനെ അഹല്യ രംഗനേക്കർക്ക് പിന്തുണയുമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇറങ്ങുന്നത് എന്ന് അദ്ദേഹം ഈ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം ഈ ജനതാ പാർട്ടിയാണെന്നുള്ളത്, ജനസംഘം എന്നതൊരു പ്രത്യേക രൂപമായി നിലനിൽക്കുന്നില്ല. ആ ജനതാ പാർട്ടി എന്നത് ജനസംഘത്തിൻ്റെ പ്രവർത്തകരുണ്ട് തീർച്ചയായും, ഒപ്പം സംഘടനാ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ട്, സോഷ്യലിസ്റ്റുകളുണ്ട്. അദ്ദേഹം ആവർത്തിച്ചെടുത്ത് ജോർജ് ഫെർണാണ്ടസിനെ കുറിച്ചൊക്കെ ആ പ്രസംഗത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ആ നിലയ്ക്ക് കൃത്യമായ ഓർമ്മപ്പെടുത്തലുള്ള ഒരു പ്രസംഗം കൂടിയാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ അവിടെ ഈ ഓർമ്മപ്പെടുത്തലിന് അദ്ദേഹം ഒരു പ്രത്യേക ഊന്നൽ നൽകി. അത് തുടർ ദിവസങ്ങളിൽ സ്വാഭാവികമായും അത് ചർച്ചയാകും, അല്ലെങ്കിൽ നാളെ പത്രം വരുമ്പോൾ കുറച്ചുകൂടി അത് ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം. എന്തായാലും ഈ സ്ത്രീ രൂപം, ഭാരതാംബയുടെ പേരിൽ അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീ രൂപം എന്നത് ഭാരതാംബ എന്ന നിലയ്ക്ക് ദേശീയ പതാക എന്തുന്ന ഒരു ഭാരതാംബ രൂപം, ഒരു മാതൃരൂപമല്ല. പകരം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആവർത്തിച്ച് വിമർശിച്ചു പോകുന്ന, കൃത്യമായി സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു മാപ്പ് എന്ന നിലയ്ക്ക് പരിഗണിക്കാൻ കഴിയാത്ത ഒരു മാപ്പ് പ്രദർശിപ്പിക്കുന്ന, കാവിക്കൊടിയേന്ത്യ RSSൻ്റെ അഖണ്ഡ ഭാരത സങ്കല്പത്തെ അവതരിപ്പിക്കുന്ന, അതിനുവേണ്ടി അവർ മുന്നോട്ട് വയ്ക്കുന്ന ആ രൂപം തന്നെയാണ് ഇവിടെയും അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും ഇതായിരിക്കും ഇത്തരത്തിൽ ആശയപരമായ, പ്രത്യയശാസ്ത്രപരമായ ഒരു സംഘർഷത്തിൻ്റെ സാധ്യത തന്നെയാണ് ഗവർണർ തേടുന്നത് എന്ന് നമുക്ക് കൂടുതൽ
വ്യക്തമാവുകയാണ് ഈ വിവാദത്തിലൂടെ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ദേശീയ പ്രസ്ഥാനം തിളച്ചൊഴുകിയ കാലത്ത് പുകൾപെറ്റ ബംഗാളി ചിന്തനധാരാ പരമ്പര ദേശീയതയ്ക്ക് നൽകിയ ഒസ്യത്താണ് ഭാരതമാതാ സങ്കല്പം. അവനീന്ദ്രനാഥ് ടാഗോർ വരച്ച ബംഗമാതാ ചിത്രം ഭാരതമാതാവായത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പോരാട്ട വഴിയിലാണ്. അവനീന്ദ്രനാഥ് ടാഗോർ വരച്ച മാതാസങ്കല്പത്തിന് 4 കയ്യുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൽ ഓരോന്നിലും ഈ രാജ്യത്തിൻ്റെ വൈവിധ്യമാണ് ഉയർന്നു നിൽക്കുന്നത്. ധാന്യക്കതിരും പുസ്തകവും വെള്ള വസ്ത്രവും ജപമാലയും ഒക്കെ പിടിച്ച ആ മാതൃസങ്കല്പത്തിൻ്റെ കയ്യിൽ കാവിധ്വജം പിടിപ്പിച്ചു കൊടുത്തത് RSSൻ്റെ ചരിത്രകാരന്മാരാണ്, അവരുടെ ചിത്രകാരന്മാരാണ്. അതല്ല ഇന്ത്യയുടെ ഒരു ഭാരതമാതാ സങ്കല്പം എന്നതാണ് ആവർത്തിച്ചുയരുന്ന വലിയ വിമർശനം. അതിനെ RSSന് മാതൃഭൂമി സങ്കല്പത്തിൽ വേണമെങ്കിൽ ആരാധിക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ ഒരു ഹിന്ദു ദേവതാ രൂപത്തെ രാജ്യം മുഴുവൻ മാതൃസങ്കല്പമായി കാണണമെന്ന് എങ്ങനെ നിർബന്ധിക്കാനാകും? സംസ്ഥാന ഗവർണർ തന്നെ അതിന് നേരിട്ട് കാര്യകർത്താവായി മുന്നിട്ടിറങ്ങുമ്പോൾ അപമാനിക്കപ്പെടുന്നത് ജനാധിപത്യമാണ്, ഭരണഘടനയാണ്. മുമ്പും RDX പറഞ്ഞിട്ടുണ്ട്, രാജ്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ നീക്കങ്ങൾ ഏത് അധികാര കേന്ദ്രത്തിൽ നിന്നുണ്ടായാലും അതിനെ ചെറുക്കാനുള്ള ആന്തരിക ശേഷി നമ്മുടെ ഭരണഘടനയ്ക്കുണ്ട്. അതുകൊണ്ടാണല്ലോ ഗവർണർ ഇന്നിപ്പോൾ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തിൽ അവിടെ പ്രസംഗിക്കാൻ എത്തുന്നതും ആ അടിയന്തരാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നതും.